ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കടലക്കറിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. കടലക്കറിയിൽ എന്താ പ്രത്യേകത എന്നല്ലേ? ഇനി നിങ്ങൾ കടലക്കറി റെഡിയാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. അപാര ടേസ്റ്റാണ്. കുറച്ച് കടല എടുത്ത് തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണതാണ്. നമുക്ക് വേവിച്ചെടുക്കാം. കടലയ്ക്ക് വേവാനുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. കടലയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അടച്ച് നമുക്ക് 3 വിസിൽ വിട്ടെടുക്കാം. കടല വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 7 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില, 3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ കറിയിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അത് കാരണം മുളക് പൊടി കുറച്ച് ചേർത്തേക്കണേ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഒരു പൊടിയാണ് ചെന്ന മസാല. നമ്മൾ വെള്ളക്കടലയൊക്കെ കറി വെക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മസാലയാണ് കേട്ടോ. ഇതെല്ലാ കടകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഒരു പൊടിയും കൂടി ചേർത്ത് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാം. 1 ടീസ്പൂൺ ചെന്ന മസാല. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ പോയതും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം കളറൊന്നും മാറണ്ട, നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അരപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു വിട്ടാൽ കടലയും വെന്തു. ഇനി നമുക്ക് കറി റെഡിയാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, മീഡിയം സൈസിലുള്ള ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് വേപ്പില. സവാള കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. സവാള സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 ക്യാരറ്റ്, 2 വഴുതനങ്ങ, 1/4 ടീസ്പൂൺ കായ്പ്പൊടി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് വഴുതനങ്ങയും ക്യാരറ്റും വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ടാട്ട, എണ്ണയിൽ തന്നെ വേവിച്ചാൽ മതി. വഴുതനങ്ങയും വെന്തുണ്ടാവും. നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ചേർക്കാം. അരപ്പ് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അരപ്പ് ചേർത്തിട്ട് 1 മിനിറ്റ് തിളപ്പിച്ച് വെക്കാം. മിക്സ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടലയും ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട്. കടലയും ഉരുളക്കിഴങ്ങും ചേർത്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയാൽ മതിയിട്ട്. നമ്മൾ കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചേക്കണത്. കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ സമയത്ത് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളും. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട്, ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. ഇനി അടച്ച് വെച്ച് 1 മിനിറ്റിലും താഴെ ഒന്ന് തിളപ്പിച്ചാൽ മതി. 1 മിനിറ്റിലും താഴെ കറി നല്ലോണം തിളപ്പിച്ചു. മല്ലിയില ഇടാം. കറിയിൽ 1 സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ചേർക്കാം. നാളികേരക്കൊത്ത് ഇഷ്ടമുള്ളവർ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതിയിട്ട. നാളികേരം ഒന്ന് ബ്രൗൺ കളറാവട്ടെ. കറിയിലേക്ക് ചേർക്കാം. അധികം ആരും ഇതുപോലെ കടലക്കറി റെഡിയാക്കി നോക്കിയിട്ടുണ്ടാവില്ല. ഇനി കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.